നമ്മുടെ വേദ കുളിക്കാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ സമയത്താണ് വിക്രം പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. വേദ ആ സമയം ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി വളയെല്ലാം ഊരുക. വള ഊരിയിട്ട് എവിടെയെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ വിക്രം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ മേശ തുറന്നിട്ട് അതിലേക്ക് വെക്കുകയാണ്. 4 സ്വർണ്ണവളകളാണ് ഊരി വെക്കുന്നത്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി എന്താ ഇവിടെ കിടന്ന് പരുങ്ങുന്നത്? അപ്പോൾ വേദ പറയാണ്, അതെ എൻ്റെ ഈ വള ഞാൻ ഊരി വെച്ചതാണ്, എൻ്റെ സ്വർണ്ണവളകളാണ്, ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അത് ഊരി വെച്ചതാണ് എന്ന് പറയുമ്പം വിക്രം പറയാണ്, ഈ സ്വർണ്ണവള മാത്രമേ ഊരി വെക്കുന്നുള്ളൂ, കഴുത്തേ കിടക്കുന്ന ഈ ചരടുണ്ടല്ലോ അതും കൂടെ നിനക്കൊന്ന് ഊരി വെച്ചൂടെ? അപ്പോഴേക്കും വേദ പറയാണ്, അത് പറ്റില്ല, ഇതെൻ്റെ ജീവൻ ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ കുളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുമ്പം വിക്രം പറയും, ഇത് വല്ലാത്തൊരു സാധനം തന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് വിക്രത്തിൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, വിക്രം സാറല്ലേ, അമ്മയ്ക്ക് വയ്യായികയാണ്, വയറിന് എന്തോ പ്രശ്നമാണ്, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്, പണമൊന്നും ഇരിപ്പില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വിക്രം പറയാണ്, വിഷമിക്കേണ്ട, ഞാൻ പണമായിട്ട് വരാം, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് വിക്രം മുറിയിലേക്ക് പോവുകയാണ് വിക്രത്തിൻ്റെ. എന്നിട്ട് അവിടെ പോയി അലമാരിയിലും മേശയിലും ഒക്കെ ഇരിക്കുന്ന കുറച്ച് പണം എടുക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് എണ്ണിയൊക്കെ നോക്കുമ്പം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ആയില്ല എന്ന് വിക്രത്തിനും അറിയാം. അങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പം എവിടുന്നാണ് ഇനി പണം ഒപ്പിക്കുക? കുറച്ച് പണം അത്യാവശ്യമാണല്ലോ, സർജറി നടക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത് വേദ വള ഊരി വച്ചിരിക്കുന്ന കാര്യം. വിക്രം ഒന്നും ആലോചിക്കാതെ മേശ തുറന്നിട്ട് ആ വളകൾ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. വേദിയോട് പറയുന്നുമില്ല. അന്നേരം സുധാകര മാഷും ഒക്കെ അവിടെയുണ്ട്. നമ്മുടെ കമലവും അതുപോലെ ശ്രീജയും കൂടി ഇരുന്നിട്ട് കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറണ്ട് ബില്ലടയ്ക്കണം, വാട്ടർ ചാർജ് കൊടുക്കണം, അങ്ങനെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം, ഇതൊക്കെ ഇവരിങ്ങനെ പറയുകയാണ്. ഫോൺ റീചാർജ് ചെയ്യണം, അങ്ങനെ ഓരോ തൊട്ടിൻ്റെയും കണക്ക് പറയുകയാണ്. അങ്ങനെയാണ് വളരെ ചുരുങ്ങി അവർ ജീവിക്കുന്നത്. ആ സമയത്താണ് വിശ്വം പുറത്തു പോയിട്ട് വരുന്നുണ്ട്. വിനയനും അതുപോലെ തന്നെ ഭാര്യയും കൂടെ ഇറങ്ങി വരികയാണ്, നന്ദിനിയും കൂടി. എന്നിട്ട് നന്ദിനി കുറച്ച് പണമൊക്കെ വിനയൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പണത്തിൻ്റെ കാര്യം അവരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ഒരു രഹസ്യമാണത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സുധാകരൻ മാഷും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരമാണ് വേദ കുളിച്ചിട്ട് വരുന്ന വേദ അവിടെയെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് മിസ്റ്ററുടെ ഡ്രോ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വള നോക്കുമ്പം അവിടെ വള കാണുന്നില്ല. അപ്പോൾ വേദ പിന്നെ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ തിരയുകയാണ്, ഒന്നും ആരോടും പറയുന്നില്ല. അപ്പോഴേക്കും ഉടനെ തന്നെ കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ഈ തിരയുന്നത്? കുറച്ച് നേരമായാലോ തിരയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പറയാണ്, ഒന്നുമില്ല, ഞാനൊരു സാധനം നോക്കിയതാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം കമലം പറയുന്നുണ്ട്, എന്താന്ന് പറയണേ, ഞങ്ങളും കൂടെ നോക്കാം. വേണ്ട, ഒന്നുമില്ല എന്ന് പറയും. വേദ അവിടെ മുഴുവൻ ആ ഹോള് മുഴുവൻ ഇങ്ങനെ തിരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജയും ചോദിക്കുന്നുണ്ട്, എന്താ വേദേ, എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? ഒന്നുമില്ല ശ്രീജേച്ചി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് വേദ. അത് കഴിയുമ്പോഴേക്കും സുധാകരൻ മാഷ് കുറച്ച് നേരമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, കുട്ടി എന്തെങ്കിലും കുട്ടിയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുട്ടി എന്താ ഈ തിരയുന്നത്? ഒന്നുമില്ല മാഷേ എന്ന് പറയുമ്പം സുധാകരൻ മാഷ് പറയാണ്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ എല്ലാം തിരയുന്നുണ്ട്, എന്താണെന്നറിഞ്ഞാൽ ഞങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോൾ വേദ പറയാണ്, അത് എൻ്റെ വളകൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദിനി പറയണം, വളയാണോ, അത്രയേ ഉള്ളോ, വള പോയാൽ വേറെ വള വാങ്ങാമല്ലോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ശ്രീജ പറയാണ്, എന്താടി പറയാം, വള പോയാൽ വാങ്ങാനോ? അത് 4 സ്വർണ്ണവളകളാണ്, 4 ഇല്ലേ വേദേ, അത്രയും വളകളാണ് കാണാതെ പോയിരിക്കുന്നത്, എന്നിട്ട് വള പോയാലോ? അപ്പോൾ ശ്രീജ പറയും, അയ്യോ സ്വർണ്ണവളകളോ, അതും 4 അപ്പോഴേക്കും സുധാകരൻ മാഷ് ചാടി എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, 4 സ്വർണ്ണവളകളോ ഇവിടെ വെച്ചിട്ട് കാണുന്നില്ലെന്നോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എവിടെയത്? എല്ലാവരും അന്വേഷിക്കുക, തിരയെന്ന് പറയാം. അങ്ങനെ എല്ലാവരും വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ വള കിട്ടുന്നില്ല. അപ്പോഴേക്കും ഉടനെ നന്ദിനി പറയാം, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എന്നെ സംശയിക്കരുതേ. അപ്പോൾ ശ്രീജയൻ പറയാണ്, വേദേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടേയില്ല. അപ്പോൾ പറയാം, എൻ്റെ ശ്രീജേച്ചി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ആരും എടുത്തില്ലെന്ന് എനിക്കറിയാം, അതിവിടെ എവിടെയെങ്കിലും കാണും എന്നൊക്കെ വേദ പറയാണ്. അപ്പം സുധാകരൻ മാഷിന് അങ്ങ് ടെൻഷനാകാണ്. സുധാകരൻ മാഷ് പറയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 4 സ്വർണ്ണവളകളാണ് കാണാതെ പോയിരിക്കുന്നത്,
എന്ന് പറയാണ്. അത് അപ്പം വേദ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല അങ്കിൾ, അത് കുഴപ്പമില്ല, എനിക്ക് അത് പോയതൊരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോൾ പറയാം, കുട്ടിക്ക് അത് പ്രശ്നമല്ലായിരിക്കും, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് 4 സ്വർണ്ണവളകൾ ഉണ്ടാക്കണമെങ്കിൽ 5 വർഷം കൊണ്ട് പോലും നടക്കില്ല. അങ്ങനെയുള്ളപ്പം നമ്മുടെ അപ്പത്തേക്കും കമലമ്മ പറയാ, ഇങ്ങനെ മാഷ് വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് കമലം, നമ്മുടെ വീട്ടിലെ ആരുടെയിലും പോകാനേ വേണ്ടില്ല, ഈ കുട്ടി നമ്മുടെ വീട്ടിലെ അല്ലല്ലോ, പുറത്തുനിന്ന് വന്നതല്ലേ, അതിൻ്റെ വീട്ടുകാർ ചോദിച്ചാൽ എന്ത് പറയും, വള എവിടെയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി നമ്മൾ പറയണ്ടേ. ഇപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് പണം ഉണ്ടാക്കാനാണ് നമ്മൾ ഈ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ്. ഇനി വളയും കൂടെ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേടാണ്. എനിക്ക് ഈ നാണക്കേടൊന്നും സഹിച്ച് ജീവിക്കാൻ പറ്റില്ല, എന്തൊരു കഷ്ടമാണ്, ശരീരമൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് സുധാരമാഷ്. അവരെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മളാരും എടുത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുക കേട്ടോ. ശ്രീജയുടെയൊക്കെ മുറി പോയി പരിശോധിക്കാൻ പറയുകയാണ് സുധാരമാഷ്. അപ്പോഴും വേദ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എവിടുന്നേലും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ വിനായകൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പം ഇവിടെ നിൽക്കുന്ന നമ്മളാരും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എടുത്തിരിക്കുന്നത്, പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല, അപ്പോൾ പിന്നെ വിക്രമായിരിക്കും എടുത്തിരിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ കമല പറയണം, അയ്യോ എടാ അങ്ങനെ പറയാതെടാ, അവൻ എടുത്തെന്നോ. അപ്പോൾ സുധാരമാഷ് പറയാണ്, ശരിയാ, അവനാകാനും ചാൻസ് ഉണ്ടല്ലോ, അവനെ ഉടനെ തന്നെ വിളിക്കേ, ഇങ്ങോട്ട് വരാൻ പറ തെമ്മാടിയോട് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് വിനായകൻ, അന്നേരം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്, ഓഹ് നാശം എന്നിങ്ങനെ പറയുക. അങ്ങനെ എല്ലാവരും വിക്രത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുധാകരമാഷാണെങ്കിൽ നല്ല കലിപ്പിലാണ് കേട്ടോ. അങ്ങനെ വിക്രം വരികയാണ്, വന്നുകൊണ്ട് പറയുകയാണ്, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് വിക്രം തന്നെ പോയി ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ സുധാകരമാഷ് നല്ല ദേഷ്യത്തിലാണ്. ആ ചോറങ്ങ് തട്ടിക്കളയാണ്. അപ്പോൾ കമലമ്മയൊക്കെ പറയുന്നുണ്ട്, അയ്യോ എന്തൊരു കഷ്ടമായി പോയെന്ന് പറയുമ്പോൾ സുധാകരമാഷിനോട് വിക്രം ചോദിക്കുക, എന്താ ഈ കാണിക്കുന്നത്, ഞാൻ വിശന്ന് ആഹാരം കഴിക്കാൻ വന്നിരുന്നതല്ലേ. അപ്പോൾ സുധാകരമാഷ് പറയാം, നീ ആഹാരം കഴിക്കണ്ട, നീ പട്ടിണി കിടന്ന് ചാവുന്നത് തന്നെയാണ് നല്ലത്, ഇങ്ങനെ ഒരു സന്തതി എനിക്ക് ഉണ്ടായിപ്പോയല്ലോ എൻ്റെ സമാധാനം കളയാനായിട്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താ പ്രശ്നം എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, എനിക്കറിയില്ല. അപ്പോൾ പറയാം, ഈ കുട്ടിയുടെ വള അത് നീ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം വേദയൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ വേദ ഒരു ദയനീയ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേദയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വിക്രം വേദ ഇങ്ങനെ നോക്കിയിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയാണ്, ഞാൻ എടുത്തായിരുന്നത് ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തതാണെന്ന് പറയാം. അപ്പോൾ സുധാകരൻ മാഷ് ഒറ്റയടി കൊടുക്കുകയാണ് വിക്രത്തിൻ്റെ. എന്നിട്ട് പറയാണ്, തെമ്മാടി, നീ ഇത്രയും നാളും പുറത്തൊക്കെ കട്ടതും മോഷ്ടിച്ചതും വഴക്കുണ്ടാക്കിയതും ഒക്കെ കേട്ടിട്ടുള്ളൂ നാട്ടുകാർ പറഞ്ഞ്, ഇപ്പോൾ കുടുംബത്തിൽ കയറി കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ, വീട്ടിലുള്ളവരെ എല്ലാം വിഷമിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ, നീ കയറി പോട നാശമേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് വിക്രം റൂമിലേക്ക് കയറി അങ്ങ് പോവാണ്, വേദിയൊന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട്. അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട്, എങ്ങനെയായാലും വേണ്ടില്ല മോളെ, നാളെ ഞാൻ നിനക്ക് എവിടുന്നേലും കടം വാങ്ങിയിട്ടാണേലും ആ വളകൾ വാങ്ങിത്തരുമെന്ന് പറയുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അച്ഛാ, അതൊന്നും ഇപ്പം വേണ്ട എന്ന് പറയുമ്പോൾ പറയാണ്, അത് പറ്റില്ല, അങ്ങനെയൊന്നും ജീവിക്കാൻ ഈ സുധാരമാഷിനെ കിട്ടിയില്ല എന്ന് പറയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്